മുനമ്പം കേസിൽ ഹൈക്കോടതി വിധി ചർച്ച ചെയ്യാൻ വഖഫ് ബോർഡ് പ്രത്യേക യോഗം ചേരും. തുടർ നിയമ പോരാട്ട സാധ്യത പരിശോധിക്കും. നിയമവിദഗ്ധരുടെ അഭിപ്രായം തേടിയെന്നും വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ പറഞ്ഞു. വിധിയിൽ പരാമർശിച്ചിട്ടുള്ള സംഗതികൾ ഒരേ സമയം അത് വഖഫ് ട്രിബ്യൂണൽ നിലനിൽക്കുന്നതാണ് ഒരേ സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡും കൂടി ഇതിന് കക്ഷിയായതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലീഗൽ റിപ്പോർട്ട് വാങ്ങി അതിൻ്റെ ഏത് രൂപത്തിലാണ് അതിൻ്റെ മുന്നോട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് വിശദമായ ലീഗൽ റിപ്പോർട്ട് ലഭിക്കുമ്പോഴാണ് ബോർഡ് ഒരു തീരുമാനത്തിലെത്തുക. ഇതിനു വേണ്ടി ഈ ലീഗൽ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് വാങ്ങി ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നമ്മൾ വിളിച്ച് അതിൻ്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കും. നിതിൻ സേവറുകളുമായി ചേരുന്നു. നിതിൻ, ട്രൈബ്യൂണൽ വിധി വന്നതിന് ശേഷമല്ലേ നിയമ പോരാട്ടം? ഇപ്പോഴെന്താണ് വഖഫ് ബോർഡ് പറയുന്നത്? ജിൻസ്, ജുഡീഷ്യൽ കമ്മീഷൻ നിലനിൽക്കില്ല എന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ അപ്പീലായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചില നിരീക്ഷണങ്ങൾ നടത്തിയത്. അതായത് മുൻപത്തെ തർക്കഭൂമി വഖഫ് അല്ല എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തുന്നത്. ഒപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാരിന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ കമ്മീഷനെ നിയമിക്കാൻ അധികാരമുണ്ടെന്നും ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇതിനെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചേർന്നിരിക്കുന്ന ഒരു യോഗം. ഈ തീരുമാനങ്ങൾ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് വഖഫ് ബോർഡ് ഒരു പ്രത്യേക യോഗം ചേർന്നിരിക്കുന്നത്. ഈ മുനമ്പം കേസിൽ ഹൈക്കോടതി വിധി അത് സർവ്വതല സ്പർശിയാണെന്നും പ്രത്യേക യോഗം ഇന്ന് ചേരുന്ന യോഗം ഈ തീരുമാനം അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന നിരീക്ഷണങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യും. ഒപ്പം തന്നെ നിയമവിദഗ്ധരുടെ അഭിപ്രായങ്ങളും ഇക്കാര്യത്തിൽ തേടും. ഇതിനുശേഷം ഈ നിയമവിദഗ്ധർ അഭിപ്രായങ്ങൾ അടക്കം കിട്ടിയ ശേഷമായിരിക്കും തുടർ നടപടി അപ്പീലടക്കം പോകണമോ എന്ന കാര്യത്തിൽ തുടർ നടപടികൾ എടുക്കുക എന്നാണ് ഇപ്പോൾ വഖഫ് ബോർഡിന്റെ ഒരു തീരുമാനം അല്ലെങ്കിൽ അവർ പ്രതികരിക്കുന്നത്.